കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷിതരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വത്സല മക്കൾ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഓരോ ആഴ്ചയും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്കൊത്തതാക്കി മാറ്റുവാനുള്ള പരിശ്രമമാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ നാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട്, ദൈവം മാനിക്കുന്നുണ്ട്, ദൈവം അംഗീകരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് തരുന്നത് ദൈവം തന്നെയാണ്. കർത്താവായ ദൈവത്തിൻ്റെ വാക്കുകളാണ്, ഹിതമാണ് പരിശുദ്ധ അമ്മയിലൂടെ മനുഷ്യനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം പരിശുദ്ധ അമ്മയ്ക്ക് ചെവി കൊടുക്കുന്നുവോ അത്രമാത്രം നമ്മൾ ദൈവത്തിന് ചെവി കൊടുക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മക്കളായി മാറുകയാണ്. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് നവംബർ മാസത്തിലാണ്. ഈ നവംബർ മാസത്തിൽ നമ്മൾ വളരെ പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്മരിക്കുകയും ചെയ്യുന്ന മാസമാണ്. പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലും തന്നെ അമ്മ ലോകത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ശുദ്ധീകരണ സ്ഥലത്തിലെ സഹിക്കുന്ന ആത്മാക്കളെ, പാവപ്പെട്ട ആത്മാക്കളെ വിസ്മരിക്കരുത്, അവരെ സഹായിക്കണം, അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ. അതുകൊണ്ട് അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മോട് സംസാരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി നിങ്ങൾ സഹിക്കണം. സഹിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി നിങ്ങൾ വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ ബലിയിലാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളൊക്കെ രക്ഷപ്പെടുന്നതെന്നും സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതെന്നും പരിശുദ്ധ അമ്മ പറഞ്ഞു തരുമ്പോൾ, ഈ നവംബർ മാസത്തിൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എപ്രകാരമാണ് നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നവംബർ മാസത്തിലെ ആദ്യത്തെ ഈ ചൊവ്വാഴ്ച നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് എപ്രകാരം എന്തൊക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട്, ഇനി എന്താണ് നമുക്ക് കൂടുതലായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, എപ്രകാരമാണ് കൂടുതൽ സഹായം അവർക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിൽ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന എപ്പിസോഡ് നമുക്ക് ശ്രവിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് പല വ്യക്തികൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. ദൈവത്താൽ അനുവദിക്കപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പലരുടെയും അടുത്ത് പ്രാർത്ഥനാ സഹായമായിട്ട് വരാറുണ്ട്. വിശുദ്ധരുടെ അടുത്ത്,
വിശുദ്ധരായിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്ത്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ചില വ്യക്തികൾക്ക് പ്രത്യേകമായ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവം ലഭിക്കുന്നുണ്ട്. ഇപ്രകാരം ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ സഹനം കാണുകയും അനുഭവിക്കുകയും ചെയ്ത വിശുദ്ധരും അതോടൊപ്പം തന്നെ സഭയും നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, ശുദ്ധീകരണ സ്ഥലം അത് ഒരു യാഥാർത്ഥ്യമാണെന്നാണ്. നമ്മൾ പരിഹാരം ചെയ്യാതെ ചെയ്തു പോയ സകല പാപങ്ങൾക്കും അതിൻ്റെ കറകളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നിശുദ്ധി ചെയ്ത് വിശുദ്ധീകരിക്കപ്പെടുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. കാരണം നമുക്കറിയാം, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ, പാപത്തിൻ്റെ കറയുടെ ഒരു അംശം നമ്മളിലുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല. കാരണം അത് പരിശുദ്ധനായവൻ്റെ സിംഹാസനമാണ്. പരിശുദ്ധിയുള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അശുദ്ധിയെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ഒരവസ്ഥയുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. ചില ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവം കിട്ടിയ വ്യക്തികൾ പറയുന്നു, ഇതൊരവസ്ഥയാണ്, ഇതൊരവസ്ഥ മാത്രമല്ല, ഇതൊരു സ്ഥലമാണ്, ശുദ്ധീകരണ സ്ഥലം. അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ പല അനുഭവങ്ങളുള്ള വ്യക്തികൾ പറഞ്ഞു തരുന്നത്. സഭയും നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതൊരു നമ്മുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൽ എത്തിച്ചേരേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്നും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ ഒരു സ്ഥലമുണ്ട്, അതൊരവസ്ഥയാണ്, അതൊരു കാലം തന്നെയാണ്, ഒരു കാലഘട്ടം കൂടിയാണ്. ചില ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ അരമണിക്കൂർ കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പോകുന്ന അനുഭവം ചിലർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് 16-ാം നൂറ്റാണ്ടിൽ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കൾ 20-ാം നൂറ്റാണ്ടിലുള്ള ചില വിശുദ്ധർക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും 16-ാം നൂറ്റാണ്ട് മുതൽ ഞാൻ ശുദ്ധീകരണത്തിൽ സ്ഥലത്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത അനുഭവങ്ങളുണ്ട്. കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ കാലഘട്ടം നമുക്കാർക്കും ക്രമപ്പെടുത്താവുന്നതല്ല, അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ എത്ര നാൾ കിടക്കുമെന്നുള്ളത് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചപ്പോൾ നമ്മൾ ജീവിച്ച വിശുദ്ധ ജീവിതത്തിൻ്റെ തോതനുസരിച്ചാണ്. എവിടെയെങ്കിലും അശുദ്ധി കൂടിയിട്ടുണ്ടെങ്കിൽ കൂടെ കൂടുതൽ നാളുകൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടി വരുന്നു. ഇനി ശുദ്ധീകരണ സ്ഥലം അതിന് പല തലങ്ങളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ശുദ്ധീകരണത്തിന് പല സ്ഥലങ്ങളുണ്ട്. പ്രധാനമായും 3 തലങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. 3 മാത്രമല്ല, വീണ്ടും പല തലങ്ങളുണ്ടെന്നാണ് പറയുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ഏറ്റവും താഴത്തെ തലം, ഏറ്റവും അഗാധമായ പടി, അവിടെയുള്ള ആത്മാക്കളെ സാത്താൻ ആക്രമിക്കുവാനും അവരെ ശല്യം ചെയ്യുവാനും സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ അനുഭവം കിട്ടിയ വിശുദ്ധരൊക്കെ ഇപ്രകാരം പല തലങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. താഴത്തെ പടിയിലുള്ള ആത്മാക്കൾ, അവരെ ദൈവം അവർ അത്ര നല്ല ജീവിതമൊന്നല്ല നയിച്ചതെങ്കിലും അവർക്ക് ദൈവത്തോടുള്ള സ്നേഹമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവരെ നരകത്തിലേക്ക് തള്ളിക്കളയാതെ സൗഭാഗ്യത്തിന് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്ത് ഒരുക്കുന്ന സ്ഥലം ആണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഓരോ തലങ്ങളും. നമ്മൾ ജീവിച്ച ജീവിതത്തിൻ്റെ പരിശുദ്ധിയുടെ തോതനുസരിച്ചാണ് ഈ തലങ്ങളിലൊക്കെ എത്തപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഒരനുഭവം ലഭിച്ച ഒരു വ്യക്തി പങ്കുവെച്ചത് ഓർക്കുകയാണ്. ഞാൻ വായിച്ചതാണ്, ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇപ്രകാരമാണ്. ഒരു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവ് ഈ വ്യക്തിക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ വ്യക്തിയുടെ മുറിയിൽ കൂടി ഇങ്ങ് നടക്കുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് നേരത്തെ ദൈവത്തിൻ്റെ ദർശനങ്ങളും വെളിപ്പെടുത്തലും കിട്ടിയത് കൊണ്ട് വ്യക്തി പറഞ്ഞു, ഇത് മനസ്സിലായി, ശുദ്ധീകരണത്തിലെ ആത്മാവാണെന്ന് മനസ്സിലായി. അപ്പോൾ ശുദ്ധീകരണത്തിലെ നീ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ആത്മാവ് ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു.
പിറ്റേ ദിവസവും രാത്രി 2 മണി 3 മണി ആയപ്പോൾ മുറിയിൽ ഈ ആത്മാവ് നിൽക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ്. അപ്പം ചോദിച്ചു, നീ ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പിറ്റേന്ന് ഈ വ്യക്തി തൻ്റെ ആത്മീയ പിതാവിനോട് പറഞ്ഞു, ഇപ്രകാരം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വരും, നീ ആരാണെന്ന് ചോദിച്ചാൽ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആത്മീയ പിതാവ് പറഞ്ഞു, നീ ആരാണെന്നല്ല ചോദിക്കേണ്ടത്, നീ നിനക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നീ ചോദിക്കണം. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അടുത്ത പ്രാവശ്യം ശുദ്ധീകരണത്തിലെ ആത്മാവ് വന്നപ്പോൾ ഈ വ്യക്തി ആരാണെന്ന് ചോദിച്ചില്ല, എനിക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാവ് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ 3 വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം. 3 വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബലിയുടെ അനന്തമായ യോഗ്യതയിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം ചില ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവം അനേകർക്ക് ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ അനേക നാളുകൾ ശുദ്ധീകരണത്തിൽ കഴിയുന്നവരുണ്ട്, ഒപ്പം എത്ര പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവരുമുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കും പലപ്പോഴും, ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ഈ സഹനത്തിന് വേണ്ടി ദൈവം അവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണോ? ഈ ഒരു ചോദ്യം ശുദ്ധീകരണത്തിലെ അനുഭവം ഉണ്ടായ ഒരു വ്യക്തി ഒരു ശുദ്ധീകരണത്തിൻ്റെ സ്ഥലത്തിൽ നിന്ന് പ്രാർത്ഥനയായി വന്ന ഈ ആത്മാവിനോട്, ഒരു ശുദ്ധീകരണത്തിലെ ആത്മാവിനോട് ചോദിക്കുകയുണ്ടായി, ദൈവം നിങ്ങളെ അവിടെ വിധിച്ച് അങ്ങനെ അവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണോ? അപ്പോൾ ആത്മാവ് പറഞ്ഞു, ഒരിക്കലുമല്ല, ദൈവമല്ല ഞങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് വിടുന്നത്, ഞങ്ങൾ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നതെന്ന്. അതായത് ആത്മാവ് വെളിപ്പെടുത്തി ഇപ്രകാരമാണ്, നമ്മളൊക്കെ മരിക്കുമ്പോൾ നമുക്കൊരു തനത് വിധിയുണ്ട്. അന്ത്യവിധിക്ക് മുൻപ് തനത് വിധി. നമുക്കറിയാം, നമ്മളൊക്കെ വ്യക്തിപരമായ ഒരാത്മാവ് തന്നെ വിധിക്കുകയാണ്. അപ്പോൾ താൻ ഈ ലോകത്ത് ജീവിച്ച ആ ജീവിതത്തിൻ്റെ ക്രമമനുസരിച്ച്, വിശുദ്ധി അനുസരിച്ച് ഓരോ ആത്മാവും അതിനുശേഷം ദൈവം ക്രമീകരിച്ച ക്രമീകരണങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവ് തന്നെയാണ് തനത് വിധിയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പോകുന്നത്. അത് ദൈവം അവരെ അവിടെ ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ യോഗ്യത അനുസരിച്ച് ദൈവം ക്രമീകരിച്ചിടത്തേക്ക് ശുദ്ധീകരണ സ്ഥലം ആത്മാവ് പോവുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഉയർന്ന പടികളിൽ സാത്താൻ അവരെ ആക്രമിക്കാൻ സാധിക്കില്ല, സാത്താൻ അടുത്തേക്ക് വരാൻ പോലും സാധിക്കില്ല. ഏറ്റവും താഴത്തെ പടിയിലുള്ള അവരെയാണ് സാത്താൻ ആക്രമിക്കുന്നതെന്നാണ് പല ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വെളിപ്പെടുത്തിയത്. തലങ്ങൾ മുകളിലേക്ക് എത്തുന്തോറും ദൈവസന്നിധിയിലേക്ക് അവരടുത്തുകൊണ്ടിരിക്കുന്നു, അവരുടെ പരിശുദ്ധി അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ശുദ്ധീകരണത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്കൊന്നും സാത്താന് കടന്നു വരുവാൻ സാധിക്കില്ല. ഇപ്രകാരം ശുദ്ധീകരണത്തിലെ ആത്മാവ് വെളിപ്പെടുത്തിയ ഇപ്രകാരമാണ്, ഞങ്ങൾ തനത് വിധിയിലൂടെ തങ്ങൾക്ക് യോഗ്യതയുള്ള സ്ഥലത്ത് ഓരോ ആത്മാവും എത്തപ്പെടുന്നു. ഇനി ചില വ്യക്തികൾ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് അവർക്ക് ഒരുപാട് നാളുകളോടെ കിടക്കേണ്ടി വരും. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ വിശുദ്ധ കുർബാനയും നമ്മുടെയൊക്കെ പ്രാർത്ഥനയും അവർക്ക് വേണ്ടി അവരുടെ അടുത്തെത്തുന്നത് വരെ അവർ അവിടെ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആത്മാർത്ഥമായി സഭ മുഴുവനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആരാരുമില്ലാതെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. കാരണം ചിലപ്പോൾ ഇതുപോലെ താഴത്തെ തട്ടിൽ കിടക്കുകയൊക്കെ ചെയ്യുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കളായിരിക്കാം നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ പറഞ്ഞു തന്നത് ഇപ്രകാരമാണ്, ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ശുദ്ധീകരണത്തിലെ ആത്മാവ് പ്രാർത്ഥനയുമായിട്ടൊക്കെ കടന്നു വരുമ്പോൾ ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ ഈ ലോകത്തിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണോ? ഇപ്പം ശുദ്ധീകരണത്തിലെ ആത്മാവ് പറഞ്ഞു, ഒരിക്കലുമല്ല, മരണശേഷം ഞങ്ങൾക്ക് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും അനുവാദമില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങിയാണ് വന്നിരിക്കുന്നത്. അത് ആരാണ് ഈ ദൈവത്തിന് പ്രത്യേക അനുവാദം തരുന്നത്? ശുദ്ധീകരണത്തിലെ ആത്മാവ് പറഞ്ഞത് ഇപ്രകാരമാണ്, കരുണയുടെ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വാങ്ങിത്തരുന്നത്.
കരുണയുടെ അമ്മയുടെ അനുവാദത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കരുണയുടെ അമ്മ അനുവദിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥനാ സഹായം യാചിക്കാൻ വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വ്യക്തി ചോദിച്ചു, ആരാണ് ഈ കരുണയുടെ അമ്മ? അപ്പോൾ ശുദ്ധനസ്സരിലെ ആത്മാവ് പറഞ്ഞു, ഈശോയുടെ അമ്മയാണ്, പരിശുദ്ധ കന്യകാമറിയമാണ് കരുണയുടെ അമ്മ. ആ അമ്മ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അമ്മയാണ്. അമ്മ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് വരുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അഗ്നിയുടെ വലിയ ദഹിപ്പിക്കുന്ന ചൂടെല്ലാം മാറി ഞങ്ങൾക്ക് ഒരു കുളിർമയാണ് അമ്മയുടെ സാന്നിധ്യത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കരുണയുടെ അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വരികയും ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാവുകയും ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, നമ്മൾ വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുദിനം നമ്മൾ ബലിയർപ്പിക്കാൻ പോകുന്നവരാണ്. നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ മരണത്തിൻ്റെ വാർഷിക ദിനത്തിലൊക്കെ പൈസ കൊടുത്ത് ബലിയർപ്പിക്കാറുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. എന്നാൽ നമ്മൾ അർപ്പിക്കുന്ന അനുദിന ബലി, അത് നമ്മൾ പൈസ കൊടുത്ത് അർപ്പിക്കുന്ന അല്ലെങ്കിലും നമ്മൾ ബലിയാണ് അർപ്പിക്കുന്നത്. ആ ബലിയിലും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോ അനുദിന ബലിയും നമുക്ക് അതിനൊരു നിയോഗം വെച്ച് നമുക്ക് അർപ്പിക്കാനായിട്ട് സാധിക്കും. വ്യക്തിപരമായി നമ്മൾ നിയോഗം വെച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഓരോ ബലിയും സമർപ്പിക്കുമ്പോൾ അത് അവർക്ക് അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അടുത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ ഫൗസ്തീനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായിട്ട് ഞാൻ ആ വിശുദ്ധ ആത്മാവിനെ ഓർക്കുന്നില്ല. പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലം കാണുവാനായിട്ട് ഈ വിശുദ്ധയെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ജപമാലയുണ്ട്, ഈ വിശുദ്ധയുടെ കയ്യിലും ജപമാല. അവർ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് ജപമാല പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ നിരവധി ആളുകൾ നിലവിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സമർപ്പിതന് സന്യാസികളുമൊക്കെ നിലവിളിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞോറിയും ചെല്ലണേ, എനിക്ക് വേണ്ടി ഒരു ജപമാല ചെല്ലണേ, എനിക്ക് വേണ്ടി ജപമാലയിൽ പ്രാർത്ഥിക്കണമേ എന്ന് നിലവിളിച്ച് കരയുന്ന ഒരുപാട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കണ്ടതായിട്ട് ഈ വിശുദ്ധ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉറക്കം തൂങ്ങിയും നമ്മൾ അശ്രദ്ധരായും പല വിചാരത്തോടെയൊക്കെ ജപമാല ചൊല്ലി പാഴായി പോകാതെ സഹനത്തിൻ്റെ പാവപ്പെട്ട ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ ഓരോ ജപമാലകളും തീഷ്ണതയോടെ ചൊല്ലി എത്രമാത്രം ജപമാല ചൊല്ലാമോ അത്രമാത്രം ജപമാലയിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സമർപ്പിച്ച് അനേക ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അയച്ചിടുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട സ്നേഹിതരായ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ വിസ്മരിക്കരുത് എന്ന് അമ്മ പറയുമ്പോൾ ഈ മാസം നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ നവംബർ മാസം മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? അതോ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവരായി, നമ്മുടെ സ്വന്തക്കാരെ സ്നേഹിതരായി കരുതി നമ്മളാലാകുന്ന രീതിയിൽ ഓരോ ദിവസവും അവരെ സഹായിക്കുവാൻ സന്നദ്ധതയുള്ള ഒരു വ്യക്തിയാണോ ഞാൻ, നിങ്ങൾ എന്ന് പരിശോധിക്കുവാനും കൂടി നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട ഈ മക്കൾ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ഒരുപാട് സഹനത്തിലൂടെ ശുദ്ധീകരണത്തിൽ കടന്നു പോകുമ്പോൾ ഇവർ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം പ്രകാരമാണ്, നിങ്ങൾ ഉപവാസമെടുത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് അത് വലിയ അനുഗ്രഹമാണ്. അനേകം ആത്മാക്കളെ നമ്മൾ ഉപവാസത്തിലൂടെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മക്കളെ നിങ്ങൾ പരിത്യാഗം ചെയ്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതമൊക്കെ ഇന്നല്ലേ നാളെ ഇല്ലാതാകും. നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം കൂടിയാണ് നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. കാരണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ആരുടെ പ്രാർത്ഥന മൂലമാണോ, ആരുടെ ത്യാഗമാണോ, ഉപവാസം മൂലമാണോ, ആരുടെ ബലിയർപ്പണത്തിലൂടെയാണോ, ആരുടെ ജപമാലയിലൂടെയാണോ അവർ സ്വർഗത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടു പോയത്, ആ വ്യക്തികൾക്ക് വേണ്ടി സ്വർഗത്തിൽ ചെന്ന് ദൈവസ്ഥയിൽ നിരന്തരം ഇവർ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ
നമ്മൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കി മാറ്റുവാൻ അവർ നമ്മളെ സഹായിക്കും. അതാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല. അതുകൊണ്ട് നമ്മൾ അല്പം ത്യാഗം ചെയ്ത്, നമ്മൾ അല്പം വേദന സഹിച്ച്, ഉപവാസം എടുത്ത്, യാത്ര ചെയ്തോ, സമയമെടുത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയും നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. കാരണം അവർ നിരന്തരം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെയും സഹായിക്കും, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു ദിവസം ഒരു ശുദ്ധീകരണത്തിലെ ആത്മാവ് ഈ ലോകത്തിലെ ഒരു വ്യക്തിയെ കാണുവാൻ ദൈവം അനുവദിച്ചു. ആ വ്യക്തി എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. ഈ ശുദ്ധീകരണത്തിലെ ആത്മാവ് കടന്നു വന്നപ്പോൾ ഈ വ്യക്തിയോട് പ്രാർത്ഥന യാചിച്ചു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ വ്യക്തി അവിടുന്ന് മറഞ്ഞുപോയി. അടുത്ത ദിവസം ഈ വ്യക്തി വീണ്ടും പ്രാർത്ഥന ആവശ്യമായിട്ട് വന്നു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ വ്യക്തി മാറുന്നില്ല. വീണ്ടും വീണ്ടും വളരെ വേദനയോടുകൂടി, സഹനത്തോടു കൂടി ഇങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഈ വ്യക്തി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞല്ലോ, ഇനി പൊയ്ക്കൊള്ളൂ. പോകുന്നില്ല. പെട്ടെന്ന് ഈ വ്യക്തിയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു പ്രേരണ കൊടുത്തു. ഈ ആത്മാവിനോട് പറയുക, നാളെ ഞാൻ നേടാൻ പോകുന്ന ദണ്ഡവിമോചനം നിനക്ക് വേണ്ടി കാഴ്ചവെച്ചോളാം. ഇത് കേട്ടപാടെ ആ വ്യക്തി മറഞ്ഞുപോയി എന്ന് ഈ വ്യക്തി പങ്കുവയ്ക്കുന്നുണ്ട്. ദണ്ഡവിമോചനം എന്നുള്ളത് സഭയിൽ ദൈവം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ ദണ്ഡവിമോചനം എന്താണെന്നുള്ളത്. നവംബർ മാസത്തിൽ കർത്താവ് സഭയിലൂടെ ചില ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അനുവദിക്കുന്നുണ്ട്. നവംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ഈ 8 ദിവസങ്ങളിൽ നമ്മൾ കുമ്പസാരിച്ച്, ഏതെങ്കിലും ദിവസം കുമ്പസാരിച്ച് വിശുദ്ധിയോടുകൂടി നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദണ്ഡവിമോചനം ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ഇന്നിപ്പം 4-ാം തീയതിയായി, 4 ദിവസം കഴിഞ്ഞു. ഇനി 4 ദിവസം കൂടിയുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇടവക ദേവാലയത്തിലെ സിമിത്തേരിയിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവാലയ സിമിത്തേരിയിൽ പോവുക. സിമിത്തേരിയിൽ ചെന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും അവരെയൊക്കെ സ്മരിക്കുകയും ചെയ്യുന്ന സിമിത്തേരികളിൽ നമ്മൾ ചെന്ന് ഏതെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ മരിച്ചു പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥന എന്താണ് എന്ന് പ്രത്യേകിച്ചൊന്നും സഭ പറഞ്ഞു തരുന്നില്ല. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ മരിച്ചു വിശ്വാസികൾ 5 മരിച്ചു വിശ്വാസികളുടെ നമുക്ക് ആകാശങ്ങളിരിക്കുന്ന നന്മറിഞ്ഞോറിയും പിതാവിനും പുത്രനും 5 മരിച്ചു വിശ്വാസികൾ ചിലർ പ്രാർത്ഥിക്കാനുള്ള, അങ്ങനെ പ്രാർത്ഥിക്കാം. വിശുദ്ധ ജത്രൂഡിൻ്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ അവൾ മൗനമായി തന്നെ, ദൈവമേ ഈ വ്യക്തിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ തിരത്താൽ ഈ വ്യക്തിയെ കഴുകി ശുദ്ധീകരിച്ച് പാപക്കരെല്ലാം കഴുകികൾ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമേ എന്നൊക്കെ നമുക്ക് വ്യക്തിപരമായ അങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദേവാലയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സെമിത്തേരിയിൽ ചെന്ന് ഈ നവംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഓരോ വ്യക്തികൾക്കാണ് അവിടെ ദണ്ഡവിമോചനം നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കും. നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആരെങ്കിലും ഓർത്ത് അവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിശുദ്ധിയിലായിരിക്കണം. നമ്മൾ ആ ദിവസങ്ങളിൽ ആ ഒരാഴ്ചയെങ്കിലും കുമ്പസാരിച്ച് പാവമില്ലാതെ ആയിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കണ്ടീഷനും കൂടി അതിനകത്തുണ്ട്. ഇത് നമുക്ക് പ്രത്യേകിച്ച് ആരും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല എങ്കിൽ നമുക്ക് ദൈവസേന കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാവിന് ഈ ദണ്ഡവിമോചനം ഞാൻ വാങ്ങിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസേനയിൽ ഇത് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസം ഒരാത്മാവിനെയാണ് നമുക്ക് ദണ്ഡവിമോചനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് മുമ്പ് 4 ദിവസം കൂടിയുണ്ട്. എത്രമാത്രം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സെമിത്തേരി സന്ദർശിച്ച് എല്ലാ ദിവസവും 8-ാം തീയതി വരെ നമ്മൾ കുമ്പസാരിച്ചൊരുങ്ങി നമ്മൾ പോയി അവർക്ക് വേണ്ടി ദണ്ഡവിമോചനം സ്വീകരിക്കുമ്പോൾ എത്ര ശുദ്ധീകരണത്തിലെ ആത്മാക്കളാണ് നമുക്ക് വേണ്ടി നമ്മളിലൂടെ രക്ഷ പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ അനുദിനം വ്യത്യസ്ത രീതിയിൽ നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഭാഗിക ദണ്ഡവിമോചനം സ്വീകരിക്കാനായിട്ട് സാധിക്കും.
നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡവിമോചനം കിട്ടുന്നുണ്ട്. ദിവികാരുടെ സന്നിധി അരമണിക്കൂറെങ്കിലും നമ്മൾ ചെലവഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡവിമോചനം കിട്ടുന്നുണ്ട്. ഇതുപോലെയുള്ള സഭയുടെ വിവിധ ദണ്ഡവിമോചനങ്ങൾ അനുദിനം ഏറ്റെടുത്ത് നമുക്ക് ശുദ്ധീകരണത്തിലെ ഒരുപാട് ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ അത് നവംബർ മാസത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ മറ്റ് മാസങ്ങളെല്ലാം അനുദിനം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരാത്മാവായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ ശുശ്രൂഷ നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ സിറിൾ ഓഫ് അലക്സാണ്ട്രിയ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ട്: ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്ന ഒരു ക്രൈസ്തവൻ കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയെ കൈനീട്ടി പിടിച്ച് രക്ഷിക്കുവാൻ സാധ്യതയുണ്ടായിട്ടും ആ വ്യക്തിയെ കണ്ടില്ല എന്ന മട്ടിൽ പുറംതിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ് എന്ന് വിശുദ്ധ സിറിൾ ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞു തരുന്നുണ്ട്. ഒപ്പം വിശുദ്ധ സിറിൾ ഓഫ് അലക്സാണ്ട്രിയ കൂട്ടിച്ചേർക്കുന്നു: ആഹാരമില്ലാതെ വിശന്ന് മരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് തൻ്റെ കയ്യിലെ അപ്പക്കുട്ട മറച്ചു വെച്ച് പുറംതിരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പോകുന്ന ക്രൈസ്തവനെന്ന് വിശുദ്ധൻ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരു ആത്മാവിനെ പോലെ ദാഹിക്കുകയാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ. വിശന്ന് മരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ദാഹിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ. നമ്മൾ ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളിലും ആഹ്ലാദങ്ങളിലും മുഴങ്ങി അവരെ ഒന്ന് ഓർക്കുപോലും ചെയ്യാതെ നമ്മുടെ സുഖലോലുപതയിൽ കഴിഞ്ഞ് മടിയിലും അലസതയിലും കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്ന വ്യക്തികൾ അത് വലിയൊരു അപരാധമാണ് ചെയ്യുന്നതെന്നാണ് വിശുദ്ധ സിറിൾ ഓഫ് അലക്സാണ്ട്രിയ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന വിശുദ്ധ ജത്രൂഡിനെ ഈശോ പഠിപ്പിക്കുകയുണ്ടായല്ലോ. നിങ്ങളൊക്കെ പലരും ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വിശുദ്ധ ജത്രൂഡിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: നീ ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ 1000 ആത്മാക്കളെ ഈശോ ശുദ്ധീകരണത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതോടൊപ്പം തന്നെ ഈ ലോകത്ത് സാത്താൻ്റെ പിടിയിലായിരിക്കുന്ന അനേക ആത്മാക്കളെ ആ നിമിഷം കർത്താവ് വിടുവിച്ച് അനുഗ്രഹിക്കും. ഈ ഒരു പ്രാർത്ഥന കർത്താവ് തന്നെ വിശുദ്ധ ജത്രൂഡിനെ പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കൊന്ന് ഏറ്റുചൊല്ലിന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നമുക്കൊക്കെ പിതാവായ ദൈവത്തെ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ രക്തം ഇന്ന് ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലെ എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലെയും എൻ്റെ തലമുറയിലെയും എല്ലാ പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. ആരെങ്കിലും ഒരു പ്രാവശ്യം പ്രാർത്ഥന ചെല്ലുമ്പോൾ 1000 ആത്മാക്കളെയാണ് കർത്താവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ലോകത്തിൽ അനേകം പാപികൾ മാനസാന്തരത്തിൽ നയിക്കപ്പെടുന്നുവെന്നുള്ള വാഗ്ദാനത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് വിശുദ്ധ ജത്രൂഡിനെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് അനുദിനം എത്ര പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രയും ആത്മാക്കളെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റിവിടുവാനായിട്ട് സാധിക്കും. അങ്ങനെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ സ്നേഹിതരായി ഈ ലോകത്തിൽ ജീവിച്ച്
അവരുടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലെത്തുവാൻ നമുക്കും സാധിക്കും. അതിനായി നമുക്ക് പരിശ്രമിക്കാം, അതിനായി പ്രാർത്ഥിക്കാം, അതിനായി നമുക്ക് പരിഹാരം ചെയ്യാം, ത്യാഗപ്രവൃത്തികൾ ചെയ്ത് അവരെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ സ്നേഹിതനായി മാറുവാനും അനുദിനം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേക ആത്മാക്കൾ രക്ഷിക്കുവാൻ കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം, മരിച്ചുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം, ശുദ്ധീകരണത്തിലെ എല്ലാ ആത്മാക്കളും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.